ശക്തമായ പ്രചരണം അവസാനത്തിലേക്ക് പോവാണ്. പ്രവർത്തകരുടെ വൻ ആവേശം. ഈരാറ്റുപേട്ടയിൽ ഒരു ശക്തമായ ഭൂരിപക്ഷമൊക്കെ പറയാവുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ടോ? 5000 വോട്ടിന് ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞു. ഭൂരിപക്ഷമൊക്കെ പറയാവുന്ന രീതിയിലേക്ക് എത്തി. 5000-ന് മുകളിലേക്ക് വോട്ട് ഈരാറ്റുപേട്ട ലീഡ് ചെയ്യും. അതിനോടനുബന്ധിച്ച് മിനിമം പൂഞ്ഞാർ നിയോജകമണ്ഡലത്തില്ല 15000 വോട്ടിന് മുകളിലായിരിക്കും വിജയം. ഈ PC ജോർജിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ഈ മണ്ഡലത്തിൽ ഒരു തരിയെങ്കിലും ഇനി അവശേഷിക്കുന്നുണ്ടോ? ഒരു തരിയില്ല. ഞാൻ വന്നതോടെ പൂർണ്ണമായ തരി അപ്രതീക്ഷിതമായി. ഓക്കെ, വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെച്ച് പിണറായി എന്ന് പറയുന്ന ഒരു ഒറ്റ ഹാൻഡിലിൽ വളരെ കോൺഫിഡൻസോടെ ഇടതുപക്ഷം മുമ്പോട്ട് പോകുന്നു. ഏതെങ്കിലും രീതിയിൽ ആളുകൾ കൺഫ്യൂസ് ചെയ്യപ്പെട്ട് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഒരു ഓട്ടായി വീണ്ടും തുടരാൻ സാധ്യതയുണ്ടോ ഈരാറ്റുപേട്ട മണ്ഡലത്തിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ? ഒരു കാരണവശാലും ഇല്ല. ഞാൻ അടിസ്ഥാനപരമായി പറയും, ഏത് വികസന പ്രവർത്തനങ്ങളാണ് ഈ 5 വർഷം അല്ലെ 10 വർഷം ഈ കേരളത്തിലും ഈ കഴിഞ്ഞ 5 വർഷം പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലും നടത്തി എന്ന് വ്യക്തമായി ഒന്ന് പറഞ്ഞു തന്നാൽ എളുപ്പമുണ്ട്. ഒരു MLA ഫണ്ട് ഉപയോഗിച്ച് ആർക്കും ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു എന്നല്ലാതെ അടിസ്ഥാനപരമായ ഒരു വികസനങ്ങൾ, ജനങ്ങളുടെ സാമ്പത്തിക നിലവാരം ഉയർത്തുന്ന ഒരു പദ്ധതികളും ഈ നിയോജക മണ്ഡലത്തിൽ തൊട്ടിട്ടേ ഇല്ല. നമ്മള് വികസനം എന്ന് പറയുമ്പോൾ സാമ്പത്തിക ഉന്നമനം വരുന്ന പദ്ധതികളാണ് വികസന പദ്ധതികൾ. മറ്റേത് ക്ലറിക്കൽ വർക്കാ. അതായത് എന്റെ 5 കോടി രൂപ ടാക്സ് വന്നു, അത് അവിടെ എടുത്ത് ടാർ ചെയ്തേരെ, ഇവിടെ പാലം കെട്ടിയേരെ എന്ന് പറയുന്നത് MLA ആവശ്യമൊന്നുമില്ല ഇതിനകത്ത്. അത് ചെയ്യേണ്ടത് അവിടുത്തെ എഞ്ചിനീയർ ഉണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ചെയർമാൻ ഉണ്ട്, മെമ്പർ ഉണ്ട്. അവർ പറഞ്ഞ് എസ്റ്റിമേറ്റ് എടുത്ത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ BJP CPM ഡീൽ എന്ന് പറയുന്ന ഒരു വലിയ ക്യാമ്പയിനും വലത് സൈബ്രടങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ അത് എങ്ങനെയാണ്? ഈരാറ്റുപേട്ടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീലോ അങ്ങനെ എന്തെങ്കിലും ഈ മണ്ഡലത്തിലുണ്ടോ? കാരണം നമ്മൾ കേരളം മൊത്തം സഞ്ചരിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും പരാമർശിക്കപ്പെടാത്ത രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ അത്തരം ഒരു ഡീലിനെ കുറിച്ച് പെട്ടെന്ന് പരാമർശം വരാറുണ്ട്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈരാറ്റുപേട്ടയിൽ ആ ഡീലിനുള്ള സാധ്യത ഏതെങ്കിലും രീതിയിൽ കാണുന്നുണ്ടോ? കുറെയൊക്കെ ഉണ്ടാവാം. ഞാൻ പക്ഷേ എന്റെ ഒരു തത്വശാസ്ത്രത്തിൽ നിന്നുള്ള ആശയത്തിൽ നിന്നുള്ള പ്രചരണ തന്ത്രങ്ങളിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അടിയുറച്ച മതേതരത്വത്തിന്റെ ആളാണ്. ആ മതേതരത്വത്തിന് വേണ്ടി തന്നെയാണ് വോട്ട് പിടിക്കുന്നത്. അപ്പൊ അവിടെ ഡീലിനെ കുറിച്ചൊന്നും എനിക്ക് ചർച്ചയില്ല. അത് അവരെന്ത് ഡീല് നടത്തിയാലും നടത്തിയില്ലേലും ഐക്യ ജനാധിപത്യ മുന്നണി മതേതരത്വത്തിന്റെ ലെവലിൽ വോട്ട് നേടുമ്പോൾ ഇവിടെ വിജയിച്ചിരിക്കും. അവസാനമായ ഒരു ചോദ്യം കൂടി. SDPI രാഷ്ട്രീയ കേരളത്തിൽ ഒരു ചർച്ചാ വിഷയമായി നിൽക്കുന്നുണ്ട്. ഈരാറ്റുപേട്ടയിൽ SDPI ഒരു ഫാക്ടർ ആണ് അല്ലെ? ഞാനത് പറയാം. എന്നെ സംബന്ധിച്ച് ഈ ലോകത്ത് ആര് വോട്ട് ചെയ്താലും ഞാൻ സ്വീകരിക്കും. അതിന്റെ കാരണം എന്റെ ആശയത്തിലേക്ക്, ഞാൻ വിശ്വസിക്കുന്ന ആശയത്തിലേക്ക് ഇദ്ദേഹം ഒരു വോട്ട് ചെയ്താൽ അദ്ദേഹം എന്റെ ആശയത്തിലേക്ക് വന്നെന്നാണ് ഞാൻ കാണുന്നത്. അത് ലോകത്ത് ആർക്കും, ഇത് ജനാധിപത്യമാണ്. വോട്ട് ചെയ്യുന്ന അപ്പം തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ, അവരുടെ ആശയം ചിലപ്പോൾ മാറിയിട്ടുണ്ടാവാം, ചിലപ്പം കൂടുതൽ ശക്തമായിട്ടുണ്ടായിരിക്കാം. അത് എനിക്ക് പ്രശ്നമല്ല. ഓക്കെ, എല്ലാവിധ ആശംസകളും.